എല്ലാ ചങ്ങതിമാർക്കും എക്കോ റാംബ്ലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കോ റാംബ്ലറിൻ്റെ ഇന്നത്തെ യാത്ര കൊട്ടാരക്കര താലൂക്കിലെ വെളിയം ഗ്രാമപഞ്ചായത്തിലുള്ള മുട്ടറ മരുതിമലയിലേക്കാണ്. കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളമുണ്ട് മരുതിമലയിലേക്ക്. മലയുടെ താഴ്വാരം വരെ വാഹനം എത്തും. അവിടുന്ന് നടന്നു വേണം മുകളിലേക്ക് എത്താൻ. ഇതൊരു എക്കോ ടൂറിസം പദ്ധതിയാണെങ്കിലും അധികമാർക്കും ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തൊരു സ്ഥലമാണ്. ഈ മല കയറാൻ നമ്മൾ തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. ദൂരക്കാഴ്ചയിൽ പത്തനംതിട്ടയും ആലപ്പുഴയും അറബിക്കടലും തിരുവനന്തപുരം ജില്ലയുടെ ഇതര ഭാഗങ്ങളും തെന്മലയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ കൂടിയും ഈ മലയുടെ മുകളിലെത്തിയാൽ നല്ല കാറ്റാണ്, അത്ര തണുപ്പുണ്ട്. അതുകൊണ്ട് സഞ്ചാരികൾക്ക് ഏത് കാലാവസ്ഥയിലും ഇവിടെ എത്താം. ഇവിടേക്ക് വരുന്നവർ ഫുഡ് കയ്യിൽ കരുതിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിലെത്തിയാൽ കാണാവുന്ന കാഴ്ചകൾ കിഴക്ക് തെന്മലയും, വടക്ക് ഭാഗത്തായിട്ട് പത്തനംതിട്ടയും, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആലപ്പുഴയും, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും, തെക്ക് ഭാഗത്തായിട്ട് ചടയമംഗലം, തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങളും വിദൂര കാഴ്ചയിൽ നമുക്ക് കാണാനാകും. കൊല്ലം ജില്ലയിലെ തന്നെ ചടയമംഗലവും കുടുക്കത്തുപാറയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശമാണ് ഈ മുട്ടറ മരുതിമല പ്രദേശം. കണ്ണെത്താ ദൂരത്തോളം പച്ച പരവതാനി വിരിച്ച പോലുള്ള മലനിരകളാണ് ഓരോ കാഴ്ചക്കാരനും ഇവിടെ നിന്നാൽ കാണാനാകുക. മാത്രവുമല്ല, ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് കൗതുകമേകാനായി ഒരു വാനരപ്പട തന്നെ ഇവിടെയുണ്ട്. വർഷത്തിൽ 2 തവണ വാനരസദ്യ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുട്ടറ മരുതിമല. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ മലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടുന്ന സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ കഴിവതും പ്ലാസ്റ്റിക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി ധാരാളം വിശ്രമ കേന്ദ്രങ്ങൾ ഇതേപോലെ ഈ മലയുടെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചു വരുന്നു. ഇത് പാറയുടെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷനോ മറ്റോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.